ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ചെറിയ ഹോം റെമഡി ഫോർ പെയിൻ പറയാം. ഇപ്പം എല്ലാം നാട്ടിൽ മഴ പെയ്യുന്ന സമയത്തൊക്കെ എല്ലാവർക്കും വേദനകളുടെ ഒരു കാലഘട്ടമായിരിക്കും. വേദനകൾ തുടങ്ങുന്നത് തണുപ്പ് കൂടുമ്പോഴത്തേക്ക് കാലിൻ്റെ വേദന, കൈയുടെ വേദന എല്ലാം കൂടുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് പെയിനിന് പറ്റിയ ഒരു റെമഡി ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അതായത് നമ്മൾ കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സേൻ്റെ ഭാഗമായിട്ട് എല്ലാവരും പലതരം കിഴികളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ കിഴി എന്നുള്ളത് ശരിക്കും ഒരു ഹോട്ട് അപ്ലിക്കേഷനാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ മെഡിസിൻസ് ചേർക്കുന്നുണ്ട്, പല വിധത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. മെഡിസിൻസ് ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടും കിഴി ചെയ്യാം. അതാണ് പറഞ്ഞത്. പക്ഷേ നാട്ടിലുള്ളവർക്കും നാട്ടിൽ ഇല്ലാത്തവർക്കും, അതായത് പുറത്ത് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നിൽക്കുന്നവർക്കും പെട്ടെന്ന് ഇപ്പം ഹോസ്പിറ്റലിൽ പോകാനോ ഡോക്ടറെ കാണാനോ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് ഒന്ന് പറയാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പം അവിടെയാണെങ്കിൽ, ഗൾഫിലാണെങ്കിൽ തണുപ്പ് വരുമ്പോഴും, അല്ലെങ്കിൽ ചെറിയ വെരിക്കോസിൻ്റെ പെയിൻ, അല്ലെങ്കിൽ രക്തവാതം പോലെ ചെറിയ, അതായത് ക്ലൈമറ്റ് ചേഞ്ചസ് കൊണ്ട് പെയിൻ വരുന്ന ചില കണ്ടീഷൻസിലുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിലുള്ള പെയിൻ ആയാലും അഥവാ ജോയിൻറ്റ് പെയിൻ ആയാലും, ചിലവർക്ക് വർക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യുമ്പം പെയിൻ ഉണ്ടാകും. ചിലവർക്ക് വർക്ക് ചെയ്യാതിരിക്കുമ്പം, ഒരു ജോലിയും ചെയ്യാതിരിക്കുമ്പോൾ രാവിലെ കുറച്ച് സ്വെല്ലിങ്ങും പെയിനെല്ലാം വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. പലരും എന്തെങ്കിലും പെയിൻ കില്ലർ കഴിച്ചിട്ടായിരിക്കും അതിനൊരു ഇത് കണ്ടെത്തുന്നത്. പക്ഷേങ്കിൽ ജസ്റ്റ് വീട്ടിൽ കിട്ടാൻ പറ്റുന്ന ചില സാധനങ്ങൾ കൊണ്ട് നമുക്ക് ചെറിയൊരു കിഴി കെട്ടി അതൊന്ന് ചൂടാക്കി വെച്ച് കൊടുക്കുക. ഒരു എണ്ണയും അപ്ലൈ ചെയ്യണ്ട. അതായത് ആദ്യം സ്വെല്ലിങ്ങോട് കൂടിയുള്ള പെയിൻ ആണെങ്കിൽ, അതായത് കുറച്ച് നീർക്കെട്ടോട് കൂടിയുള്ള വേദനയാണ്, കാണാൻ മാത്രം നീർക്കെട്ടോട് കൂടിയുള്ള വേദനയാണെങ്കിൽ നമുക്ക് കുറച്ച് പൂഴിയോ അല്ലെങ്കിൽ മുതിര അല്ലെങ്കിൽ കല്ലുപ്പ്, ഇങ്ങനെ പിന്നെയും, അതായത് നമുക്ക് ഉമിയെ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പലതരം സാധനങ്ങൾ കൊണ്ടും ചെയ്യാം. പക്ഷേങ്കിൽ നാട്ടിലില്ലാത്തവർക്കും ഇങ്ങനെ ഏതെങ്കിലും സാധനങ്ങൾ കൊണ്ട് ചെറിയൊരു കിഴി കെട്ടി ഒരു ഇരുമ്പ് ചീനച്ചട്ടി ചൂടാക്കി അതിൽ വെച്ചിട്ട് ആ കിഴി ഒന്ന് ചൂടാക്കി അപ്ലൈ ചെയ്താൽ നന്നായിട്ട്, അതായത് ഉപ്പ് കിഴിയൊക്കെ നന്നായിട്ട് സ്വെല്ലിങ്ങിനെ വലിച്ചെടുക്കും, പെയിൻ കുറക്കുകയും ചെയ്യും. അതായത് വലിച്ചെടുക്കും മീൻസ് ഉള്ളിൽ നിന്ന് നന്നായിട്ട് സ്വെല്ലിങ് കുറയും ഈ ഹോട്ടായിട്ടുള്ള സാധനങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കിഴികളാകുമ്പോൾ ആ മെഡിസിൻസിൻ്റെ പ്രോപ്പർട്ടിയും കൂടി അതിൻ്റെ ആ സ്കിന്നിലോട്ടേക്ക് അബ്സോർബ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഉള്ളിൽ സ്വെല്ലിങ് കുറയുന്ന മെഡിസിൻസ് ആയതുകൊണ്ട്, സ്വെല്ലിങ്ങിനെ കുറക്കുന്ന മെഡിസിൻസ് ആയതുകൊണ്ട് അത് ഉള്ളിൽ നിന്ന് നീരി വരികയും. പിന്നെ ചില യുക്തിവാദികളുണ്ട്, അതായത് അലോപ്പതി മെഡിസിൻസ് മാത്രം വിശ്വസിക്കുന്നവരും അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ആയുർവേദത്തിനോട് വളരെ പുച്ഛമായിട്ടുള്ള പലരും ഉണ്ടാവും. നമ്മളെല്ലാം ആദ്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കെല്ലാം അങ്ങനെയായിരുന്നു നമ്മുടെ ചിന്താഗതി. പക്ഷേങ്കിൽ അങ്ങനെയല്ല, ഇതിൻ്റെ പിന്നിലും സയൻസ് ഉണ്ട്. അതായത് ഇതിൻ്റെ പിന്നിലും നിങ്ങൾക്ക് അലോപ്പതി ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എൻജിനീയറിങ് ലെവൽ വിദ്യാർത്ഥികൾക്കാവട്ടെ, അവരുടെ യുക്തി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന യുക്തികൾ ഇതിന് പിന്നിലുണ്ട്. പക്ഷേ നിങ്ങൾക്കത് അറിയാത്തത് കൊണ്ട്, ചിലവരത് അറിയാത്തത് കൊണ്ട് അതിനെ പുച്ഛിക്കുന്നതാണ്. അറിയാത്തതിനെല്ലാം നമ്മളങ്ങ് പുച്ഛിച്ചാൽ പിന്നെ എന്താ ഉണ്ടാവുക? അപ്പം അങ്ങനെയല്ല, അതിനുള്ള കാര്യങ്ങൾ ഇത് പഠിക്കുന്നവർക്ക് ഇതിൻ്റെ യുക്തി പറഞ്ഞു തരാനും പറ്റുള്ളൂ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പം തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് ചെയ്താൽ നിങ്ങൾക്ക് നല്ല എഫക്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് കൂടാതെ ആദ്യത്തെ 2 ദിവസം പറ്റുമെങ്കിൽ 2 നേരമായിട്ട് ചൂട് പിടിച്ച് അതിന് ആദ്യം എണ്ണയൊന്നും അപ്ലൈ ചെയ്യണ്ട. അതായത് തൈലങ്ങളോ കുഴമ്പുകളൊന്നും അപ്ലൈ ചെയ്യാതെ ഇത് ഡയറക്റ്റായിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്യുക. ഈ കിഴി അപ്ലൈ ചെയ്തിട്ട് സ്വെല്ലിങ് നന്നായിട്ട് കുറയും. ചിലവർക്ക് പെയിന് കൂടും. ആദ്യത്തെ 2 ദിവസം ഡ്രൈ ഹോട്ട്, അതായത് പലതരത്തിലുള്ള സ്വെല്ലിങ്സ് ഉണ്ട്, പലതരത്തിലുണ്ട്. അതിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് നമ്മൾ പറയും അതിൻ്റെ സംപ്രാപ്തികൾ വ്യത്യസ്തമായിരിക്കും. ചിലത് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് ശേഷം സ്വെല്ലിങ് വരുന്നത്, ചിലവർക്ക് മെഡിസിൻസ് എടുത്തതിൻ്റെ ഭാഗമായിട്ട് സ്വെല്ലിങ് വരുന്നത്, ചിലവർക്ക് തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ട് സ്വെല്ലിങ് വരുന്നത്, അങ്ങനെ പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് സ്വെല്ലിങ്സിൻ്റെ, അതായത് നീരിൻ്റെ സ്വഭാവം വ്യത്യാസമുണ്ട്. അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന, അതായത് കിഴിയിൽ ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ പിന്നെയും കുറേ കടന്നു പോകും ഡിസ്ക്രിപ്ഷൻ. അതുകൊണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. നന്നായിട്ട് പെയിന് കുറയും. അപ്പോൾ അങ്ങനെ 2 ദിവസം എണ്ണ അപ്ലൈ ചെയ്യാതെ കിഴി ചെയ്തതിന് ശേഷം 3-ാമത്തെ ദിവസം മുതൽ നിങ്ങൾ ആദ്യം എന്തെങ്കിലും വീട്ടിലുള്ള വെളിച്ചെണ്ണ വേണ്ട, വല്ല തൈലങ്ങളുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മുറിവെണ്ണ ഉണ്ടെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ
ചൂടാക്കി അതിൻ്റെ അകത്ത് കർപ്പൂരം, കുറച്ച് ഉപ്പും, ഒരു നുള്ളുപ്പും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ വേദനയുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ കിഴി ചൂടാക്കി അപ്ലൈ ചെയ്താലും നല്ല റിലീഫ് ഉണ്ടാവും. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് നന്നായിട്ട് വീട്ടിൽ നിന്ന് വളരെയധികം റിലീഫ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഹോം റെമഡിയായത്. പെയിനിന് നന്നായിട്ട് പെയിനിനെ കുറക്കുകയും ചെയ്യും.